Ladies and gentlemen, welcome to your favorite tech news, Chai with Tech with Call Me Shazam in നാട്ടിലെ എഡിഷൻ. യെസ്, ഞാൻ ഇന്ന് തിരിച്ചു പോവുകയാണ്. പക്ഷേ അതിന് മുന്നേയായി നാട്ടിലെ ആംബിയൻസിൽ നിങ്ങൾക്ക് ചായ വിത്ത് ടെക് കാണിച്ചു തരണം എന്നെനിക്കൊരു ആഗ്രഹം. അത് ഞാൻ ചെയ്യാൻ വന്നതാണ് ഗൈസ്. എവിടെ എഴുതി വെച്ചത് ന്യൂസൊക്കെ? എന്തിനാണെങ്കിലും വളരെ കുറച്ച് ന്യൂസേ ഉള്ളൂ. പിന്നെ നമ്മളങ്ങനെ കാൽപ്പിയെ കണ്ടടേ, നേരിട്ട് കണ്ട് എന്നെ കണ്ടപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞു, ഞാൻ ബ്രോയിൻ്റെ ട്വീറ്റൊക്കെ വായിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഓഫ് മാൻ, ഇറ്റ് വാസ് വേറെ ലെവൽ എക്സ്പീരിയൻസ്. ബിക്കോസ് ഐഫോൺ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഐഫോൺ യൂസറായിരുന്നു ഞാൻ. അതിന് ശേഷം ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ മാറിയതാണ് OnePlus 5T എന്ന് പറയുന്ന ഫോൺ. OnePlus 5T തൊട്ട് ഓക്സിജൻ OSന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഈ കാൽപ്പിയൊക്കെയാണ് ആ ടീമിൽ വർക്ക് ചെയ്തിരുന്നത്. ആൻഡ് അതേ സാധനം തന്നെയാണ് ഇപ്പോൾ ഇവയാളിപ്പോൾ നത്തിങ്ങിൽ ചെയ്യുന്നത്. നത്തിങ്ങിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സാധനം, ഈ പാമ്പിൻ്റെ ഒരു വിഡ്ജറ്റ് ഉണ്ട്. നമ്മൾ ഈ ന്യൂസിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഒരു വിഡ്ജറ്റ് ഉണ്ട്, അത് സ്നേക്കില്ലേ, പഴയ മറ്റേ നോക്കിയയിൽ സ്നേക്ക് ഗെയിം പോലെ ഒരു വിഡ്ജറ്റ് ഉണ്ട്. ആ വിഡ്ജറ്റ് ഡിസൈൻ ചെയ്തത് ഒരു മലയാളിയാണ്, കമ്മ്യൂണിറ്റിയിലുള്ള രാഹുൽ എന്നാണ് ആ പയ്യൻ്റെ പേര്. മലയാളി. ഒന്ന് ആലോചിച്ച് നോക്കണം, അതൊരു എന്ത് ലെവൽ ഓഫ് റെക്കഗ്നിഷൻ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കമ്മ്യൂണിറ്റി മെമ്പർ പറയുന്ന ഐഡിയ അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ ആ ഫോണിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ദാറ്റ്സ് വൈ നത്തിങ് ഈസ് എ ഹ്യൂജ്, ലൈക്ക് ഒരു ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ബ്രാൻഡ്. പണ്ട് OnePlus എവിടെയാണോ കൊണ്ട് നിർത്തിയത്, അത് നത്തിങ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി വേറെ ലെവൽ ഇൻസ്പയറിംഗ് ആണ്. അതേപോലെ നിങ്ങൾ വിശ്വസിക്കില്ല, നത്തിങ്ങിലെ ചില കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഫോൺ നത്തിങ് ഫോൺ 3 ആണ്. നത്തിങ് ഫോൺ 3 റിവ്യൂവേഴ്സിൻ്റെയൊക്കെ കൈ കിട്ടുന്നതിന് മുന്നേ സാധാരണക്കാരനായ ഒരു നത്തിങ് കമ്മ്യൂണിറ്റി മെമ്പറിൻ്റെ കയ്യിൽ ടെസ്റ്റിങ്ങിന് കൊടുത്തേക്കുന്നത് ആലോചിച്ച് നോക്കിയാണ്. നത്തിങ് 3 വേറെ ലെവലായിരിക്കും എന്നാണ് പറഞ്ഞത്. സ്പെക്ക് മാത്രമല്ല, കുറച്ചും കൂടെ അവർ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ വേറെ ലെവൽ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കിവിടെ തുറന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഐ എം വെരി സോറി, മൈ ഹാൻഡ്സ് ആർ ടൈറ്റ്. ഇതിൽ വെയിറ്റ് ചെയ്യ്, നമുക്ക് എന്തായാലും ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം കേട്ടോ. HMD ലാവയും കൂടെ ഒരു പുതിയ ഫോൺ കൊണ്ടുവരികയാണ്. അതിൽ ഡിജിറ്റൽ TV ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അതായത് മറ്റേ നമ്മുടെ ഈ നോക്കിയ പോലെ ഇരിക്കുന്ന ഫോണുണ്ടല്ലോ, ഈ HMD എന്ന് പറഞ്ഞാൽ നോക്കിയയുടെ മറ്റേ വേറെ ചില പേരാണ് കേട്ടോ, വേറെ ബ്രാൻഡാണ് ഇപ്പോൾ. അപ്പോൾ അവർ ലാവയും കൂടെ ഒരു ഫോൺ ഇറക്കിയാണ്. നമുക്ക് ആ വഴി നമുക്ക് മറ്റേ ട്രാൻസ്ഫർ ചെയ്യില്ല, മറ്റേ പണ്ട് FM ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറയണമല്ലോ, നമുക്ക് ഇനി തൊട്ട് ടിവിയിലെ പരിപാടികൾ സാറ്റലൈറ്റ് വഴിയോട്ടുള്ള TV സ്ട്രീമിങ്, ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഫോണിൽ കാണാൻ പറ്റും ഫോർ ഫ്രീ. ഉടനെ തന്നെ ഈ ഫോൺ ലോഞ്ച് ആവുന്നതായിരിക്കും. സ്പോട്ടിഫൈ എന്ന് പറഞ്ഞ സാധനമില്ലടേ, 678 മില്യൺ യൂസറാണ് സ്പോട്ടിഫൈനുള്ളത്. അത് അവരെ Q1 അവർ അടിപൊളിയായിട്ട് ഭയങ്കര ലാഭം അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ന്യൂസ് വന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു. 678 മില്യൺ. അതിൽ 268 മില്യൺ ആൾക്കാർ പൈസ കൊടുത്ത് യൂസേഴ്സാണ്. 268 മില്യൺ മറ്റേ ഈ പറയണ മറ്റേ സ്പോട്ടിഫൈയുടെ പ്രോ ഇതെടുത്തിട്ടുണ്ട്. ഇത്ര രൂപയാണ് ഉണ്ടാകുന്നത് ആലോചിക്കുകയാണ്. എന്തായാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂടെ. അതേപോലെ OnePlus 13S എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റ് ഫോൺ വരികയാണ് ഇന്ത്യയിൽ. ഇത് 13T എന്ന് പറഞ്ഞ് ചൈനയിൽ ഇറങ്ങിയ ഫോൺ തന്നെയാണ്. ഈ സാധനത്തിൻ്റെ പ്രത്യേകത, സ്നാപ്ഡ്രാഗണിൻ്റെ 8 എലൈറ്റിൻ്റെ ചിപ്സെറ്റ്, 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 2 ബാക്ക് ക്യാമറയാണ് വരുന്നത്, 2x ഒപ്റ്റിക്കലും 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും, അങ്ങനെ. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിങ്ങിൽ 1080p. ഈ സാധനം സാധാ ആൾക്കാർ പറയുന്നത് 45,000 രൂപയ്ക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 55,000 രൂപ ഒരു കിടിലം പാട്ടും പാടിയാൽ മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ എന്നാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല 45,000 രൂപയ്ക്ക് ഇത് ഇറക്കുന്നു. 45,000 ഇറക്കിയാൽ നല്ലത്, ഇറക്കുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഫോൺ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ അതൊക്കെ ഇന്ത്യൻ ഇതിലിട്ട് വരുമ്പോൾ മാറുമായിരിക്കും. പോർട്രേറ്റ് മോഡൽ ഒരു ഒറ്റ ഫോക്കൽ ലെങ്തേ ഉള്ളൂ, നമുക്ക് സ്വിച്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാടെ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ നമ്മുടെ മിഡ് റേഞ്ചിനെ ഞെട്ടിച്ചുകൊണ്ട് മോട്ടോറോളയുടെ Edge 60 Pro ലോഞ്ച് ആയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 31,999 നിങ്ങൾ ഈ ഫോൺ ഇറങ്ങിയെങ്കിൽ ഇപ്പോൾ വെറും 29,999 ഒരു ബാങ്ക് ഓഫറിലും ഇല്ലാതെ അത് തന്നെയാണ് അതിൻ്റെ പ്രൈസ്. ബാങ്ക് ഓഫർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രൈസ് കുറയും. 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. Dimensity 8350 ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. UFS 4.0 സ്റ്റോറേജ് സ്പീഡാണ് വരുന്നത് എന്ന് പറയണ്ട. വയർലെസ് ചാർജിങ്, മറിച്ചത് 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 50 മെഗാ പിക്സലിൻ്റെ വൈഡ്, 10 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇതാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ പേരിൽ അവർ കുറച്ച് സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്.
but that is fine. You are getting UFS 4.0. That is the main പരിപാടി for a phone. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളും കൂടി ഈ ഫോൺ നിൽക്കും. പിന്നെ മോട്ടോറോളയാണ് എന്ന് വരും മോനെ നീ എന്ന് പറഞ്ഞ് നമുക്ക് പാട്ടും പാടിക്കൊണ്ടിരിക്കാം. എന്ന് വരും നീ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് വരും നീ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറയല്ല. അവന്മാർ അതും കൂടെ ഒന്ന് സെറ്റാക്കി, അവന്മാർ മെയിനായിട്ട് സെറ്റാക്കേണ്ടത് അതാണ്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് അവരെ ക്യാമറ ആപ്പ് ഭയങ്കരമായിട്ട് ഹാങ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ക്രാഷ് ആവുന്നുണ്ടെന്ന്, അതൊക്കെ മാറ്റി എന്നൊക്കെ പറയാം. എന്തായാലും കണ്ടറിയാം, വെയിറ്റ് ആൻഡ് വാച്ചറേ. അതേപോലെ OnePlus Nord CE5 വരുന്നു. Dimensity 8300 വരെ ചിപ്സെറ്റിൽ വെച്ചൊക്കെയാണ് വരാൻ പോകുന്നത്. ഈ സാധനം 25,000 താഴെ ആയിരിക്കും വരാൻ പോകുന്നത്. അതേപോലെ തന്നെ OnePlus Nord 5 വരാൻ പോവുകയാണ്. ആദ്യം മറ്റേ Nord CE5 ഇറങ്ങിയിട്ടായിരിക്കും Nord 5 ഇറങ്ങാൻ പോകുന്നത്. Nord 5 ഡിമെൻസിറ്റിയുടെ 9400E എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. 7000 mAh ബാറ്ററി. പിന്നെന്തിനായിരുന്നു ടെലിഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ. 30,000 രൂപയ്ക്ക് ഈ OnePlus മണ്ണന്മാർക്ക് നേരാവണ്ണം ഫോണിന് എന്ത് കൊടുക്കണമെന്ന് അറിഞ്ഞൂടാ. അത് അങ്ങനത്തെ ഒരു മണ്ണകളാണ്. മണ്ണേഷ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ ഒരു കോതറ കമ്പനി. എനിക്ക് ചിരി വന്ന കാര്യം എവിടെയാണ് ഫോൺ സോറി മാറിപ്പോയി. ഈ ഫോൺ ഓപ്പോ K13 ഇവിടെ സ്പെക്ക് വൈസ് ആദ്യമായിട്ടാണ് ഞാനൊരു ഓപ്പോ ഫോണ് പ്രൈസിനനുസരിച്ച് നല്ല രീതിയിൽ സ്പെക്ക് കൊടുക്കണം കാണുന്നത്. കൊള്ളാം കേട്ടോ. ഞാൻ അത് ജസ്റ്റ് പറഞ്ഞിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് മറ്റേ സാധനമാണ് ഇരിക്കുന്നത്. Dimensity 7300 50 മെഗാ ഒരു ക്യാമറ, കിടിലൻ ഡിസ്പ്ലേ, മറ്റേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, നല്ല അനിമേഷനൊക്കെ ഉള്ള. മറ്റേത് ഈ പറയുന്ന ഈ ലോ ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ മറ്റേ അനിമേഷൻ അവന്മാർ കൊടുക്കൂല സോഫ്റ്റ്വെയറിൽ. ഇത് അതൊന്നുമില്ല, നല്ല സ്മൂത്ത് ആൻഡ് സ്നാപ്പി ആയിട്ടുള്ള അനിമേഷൻ. കിടിലൻ ഫോണായിട്ട് ഞാൻ ഞെട്ടി. അതാണ് ഈ 17,999 രൂപ 128GB. അത് എടുക്കണ്ട, എന്തായാലും ഞാൻ ഞെട്ടി. അതുപോലെ ഈ വർഷത്തെ ഐഫോണിൽ റൂമറാണ് കേട്ടോടെ 12GB റാം ആണെന്നാണ് കേൾക്കുന്നത്. പിന്നെ അതേപോലെ അടുത്ത വർഷത്തെ ഈ പറയുന്ന ഐഫോണിൽ 6 channel റാം വെക്കാൻ പോകുന്നു. 6 channel റാം. ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. അത് വന്നാൽ നൈസ് ആയിരിക്കും. ഐ തിങ്ക് എവറി ബ്രാൻഡ്സ് ഷുഡ് ഇംപ്ലിമെന്റ് ദാറ്റ് ടെക്നോളജി. അതേപോലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ One UI 7 എല്ലാവരുടെ കയ്യിൽ എത്തിക്കാണും. സൂക്ഷിച്ചും കണ്ടൊക്കെ ഇത് ചെയ്യുക, എന്തോന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഗ്രീൻ ലൈൻ ഇഷ്യൂ S23 എന്ന് പറയുന്ന ഫോണിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ S23 മറ്റേ പ്രശ്നമുണ്ട് ബ്രോ, ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞ് എന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലടേ. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഫോണൊന്നും ഒരു വിഷയവുമില്ല. ഞാൻ ഇതിൻ്റെ ഈ മറ്റേ വയറിളക്കം തുടങ്ങുന്നത് ഒരു 2 വർഷം കഴിയുമ്പോൾ ബ്രാൻഡ് പറയട്ടെ മറ്റേ ഫോണിനെ അങ്ങ് എന്നങ്ങ് പറയുമ്പോൾ അവന്മാർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ഇതൊക്കെ കുളമാക്കി നിങ്ങളെ വേറൊരു ഫോൺ മേടിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണോ, എന്ത് മാങ്ങാത്തൊലിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനല്ല സാംസങ്ങിൻ്റെ ഓണർ, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കൂടെ വരുന്ന ആ ഒരു വിഷത്തിനെ ഞാൻ എങ്ങനെ തടയും? ഞാൻ കണിയനല്ല. ഗ്രീൻ ലൈൻ മറ്റേ ഇൻഡിക്കേറ്റർ മറ്റേ മനസ്സിലാവുന്ന ഒരു വ്യക്തിയല്ല. മറ്റേ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതിൽ ഗ്രീൻ ലൈൻ വരും എന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. സോ ഐ ആം വെരി സോറി ഗൈസ്. പക്ഷേ പ്ലീസ് ബി കെയർഫുൾ വെൻ ഇറ്റ് കംസ് ടു അപ്ഡേറ്റിംഗ് യുവർ സാംസങ് ഫോൺ. പിന്നെ ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബലിൽ നൂബിയ എന്ന് പറയുന്ന ഫോൺ, അതിൻ്റെ ഒരു Z70 എന്തിനാ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ഓറിയന്റഡ് ഫോണാണ്. എന്തിനാണെങ്കിൽ അവന്മാരുടെ കയ്യിലുണ്ട് ഫോട്ടോഗ്രാഫി കിറ്റ്. എന്തിനാ ഒരുമാതിരി കേസൊക്കെ ഇട്ടിട്ട് ഒരു ഫോണിന് ക്യാമറ പോലെ ആക്കുന്ന പരിപാടിയൊക്കെ അവന്മാരുടെ കയ്യിലും ഉണ്ട്. ഒരു ഫോൺ ഇറങ്ങിയിട്ട് അങ്ങ് ചൈനയിലും ലോകത്തിലൊക്കെ ഇവിടെ ഒന്നും ഇല്ലടേ. ഇതൊന്നും ഞാൻ എന്തിനു പറഞ്ഞില്ലേ, അതിന് ഒരു ഫോൺ ഇറങ്ങി അത്രേ ഉള്ളൂ നൂബിയയില്. പിന്നെ One UI 8 ഇനി തൊട്ട് വീഡിയോ സമ്മറി വരുന്നത്. യൂട്യൂബ് വീഡിയോ ഒക്കെ വെറുതെ എടുത്തിട്ട് ഇതിന് സമ്മറി തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ കണ്ടിട്ട് നമുക്ക് സമ്മറി എഴുതി തരുന്ന പറഞ്ഞു തരുന്ന എന്തിനൊക്കെയാ ഫീച്ചർ One UI 8 വരണം. അതാണ് സംഭവം, അത്രേ ഉള്ളൂ. Dimensity 9300 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ചുകൊണ്ട് റിയൽമിയുടെ ഒരു ഫോൺ വരാൻ പോകുന്നത്. റിയൽമി GT7 അങ്ങനെ എന്തിനാണ് ആ ഫോണിൻ്റെ പേര്. ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ഈ മാസമായിരിക്കും ലോഞ്ച് ആകാൻ പോകുന്നത്. ഈ മാസം ഒരുപാട് ഫോണുകൾ ലോഞ്ച് ആവുന്നുണ്ട് കേട്ടോ. മോട്ടോറോളയുടെ റൈസർ 60 റൈസർ ഇറങ്ങുന്നുണ്ട്. മറ്റേ മോട്ടോറോള എഡ്ജ് 60 റൈസറാണ്. എന്തിനാണ് പേര്. അത് മറ്റേ കിടക്കണ ഫോൺ അത് ഇറങ്ങുന്നുണ്ട്. പിന്നെ എന്തിന് സാംസങ് S25 എഡ്ജ് May 12 എന്തോ ആണ് ലോഞ്ച് എന്ന്. മറ്റേ മെലിഞ്ഞ ഫോണില്ലേ, സ്ലിം ഫോൺ. എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഇറങ്ങണമെന്ന് പറയണ്, ഇറങ്ങുന്നൊക്കെ ആരൊക്കെയോ പറയണു. 1,00,000 രൂപ ആയിരിക്കും എന്നൊക്കെ വേറെ ആരൊക്കെയോ പറയണു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നല്ല, വേറെ ഒന്നും ചെയ്യാനില്ല. സോറി ഞാൻ പറയാൻ പറ്റും. ഐക്യു ഈ Neo 10 May 26 ലോഞ്ച്. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ഫോണുകൾ ഈ മാസം ഇറങ്ങുന്നുണ്ട് വൈറൽ ഇറക്കാൻ. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ച ഓപ്പോ K13 ടെർബോ എന്ന് പറഞ്ഞൊരു ഫോൺ അങ്ങ് ചൈനയിൽ ഇറക്കി. ഇതൊരു പക്കാ ഗെയിമിംഗ് ഫോണാണ് ഗൈസ്. ഇതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 8S Gen 4 ചിപ്സെറ്റാണ്. ഇതിനെന്തോ ഫാനൊക്കെ ഉണ്ട്, വയറിൻ സെറ്റ്. പക്ഷേ ഇതൊന്നും ഇന്ത്യയുടെ അടിത്തറ പോലും കാണൂല.
ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു സാധനം വരാൻ പോകണമെന്ന്. അതേപോലെ സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് വാച്ചുകളിൽ മറ്റേ റൊട്ടേറ്റിംഗ് ബസ്സിൽ തിരിച്ചു കൊണ്ടുവരണം. അവരെപ്പോഴും ഇങ്ങനെയാണ്, അതും കൊണ്ടുവരും പിന്നെ കളയും, പിന്നെയും കൊണ്ടുവരും, പിന്നെയും കളയും, പിന്നെയും ഞാൻ കൊണ്ടുവരാൻ പോകുന്നു. മറ്റേ റൊട്ടേറ്റിംഗ് ബസ്സിൽ അടിപൊളിയാണ്. ഈ സത്യം പറഞ്ഞാൽ വാച്ചിൻ്റെ ഒരു നല്ല ടെക്നോളജി. സാംസങ്ങിന് മണ്ണകൾക്ക് ബട്ടാണ്. ആ സാധനം കറക്കണതനുസരിച്ച് ആ മെനു മാറുന്നത് അടിപൊളി സാധനമാണ്. അത് എപ്പോൾ നോക്കിയാലും മാറ്റും, എടുത്തുകൊണ്ട് കളയും, എടുത്തുകൊണ്ട് വരും. എന്തിനായാലും അതിൽ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. അതേപോലെ CMF by Nothing അതിൻ്റെ 2 പ്രോഡക്ട്സ് വന്നിരിക്കുകയാണ്. CMF Phone 2 Proയും പിന്നെ 3 ബഡ്സ് 2, ബഡ്സ് 2A, ബഡ്സ് 2+. അത് 2+ൽ LDAC സപ്പോർട്ടുണ്ട്. മറ്റേ 2 ബാക്കിയുള്ളതൊക്കെ ഡൈറാക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അതായത് ഒരു ബേസില്ല നമ്മുടെ അതിനെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ചെയ്യുന്ന ഒരു അൽഗോരിതം പിടിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ട്യൂണിങ് അങ്ങനെയാണ് ഈ ഡൈറാക്ക് എന്ന് പറഞ്ഞ ഓഡിയോ കമ്പനിയിൽ. അപ്പോൾ അതിന് വെച്ചിട്ടാണ് ഈ ബാക്കിയുള്ള 2 ബഡ്സും ട്യൂക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും അത് കേട്ട് നോക്കിയിട്ട് അതെങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാം. പിന്നെ വിലകളൊക്കെ അതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സാധനത്തിന് 3299 രൂപയാണ്. ബാക്കിയുള്ളതൊക്കെ 2000 താഴെയും 2000 ആ ഒരു മിഡിലൊക്കെ പിടിക്കാം. പിന്നെ Phone 2 Pro അടിപൊളിയായിട്ടുണ്ട്. ഡിമെൻസിറ്റിയുടെ സെയിം ചിപ്സെറ്റ് സെയിം ആണ്, 7300 Pro. പിന്നെ UFS 2.2 LPDDR4 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നും ചെയ്യാല്ല. UFS 3.1 കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും കോസ്റ്റ് കട്ടിങ് ചെയ്താലും എനിക്ക് വലിയ പ്രശ്നമില്ല. അതാണ് എനിക്ക് എന്തിനാണ് അവർ നോക്കുമ്പോൾ അവർ ടെലിഫോട്ടോ ലെൻസ് കൊടുക്കുന്നുണ്ട് ഫോണിൽ. പിന്നെ OIS ഒന്നും ഇല്ല കേട്ടോ, ഈ പറയുന്ന ടെലിഫോട്ടോയിലും ഇല്ല. 50 മെഗാ പിക്സലിൽ നോർമൽ ക്യാമറയിലും OIS ഒന്നുമില്ല. NFC നമ്മളെ നാട്ടിലില്ല, പക്ഷെ നമ്മളെ നാട്ടിൽ ചാർജറും കേസും തരുന്നുണ്ട്. ബിക്കോസ് ആൾക്കാർക്ക് അതാണ് വേണ്ടത്. നമ്മളെ നാട്ടിൽ അധികം പേരൊന്നും NFC യൂസ് ചെയ്യാറില്ല. വേഗം വേണമെങ്കിലും വന്ന് പറഞ്ഞു. മറ്റേ NFC-നും കാട്ടിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മറ്റേ UPI ആണ്, മറ്റേ കോഡ്. അതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു മെജോറിറ്റി. ഞാൻ മെജോറിറ്റിയെ പറ്റിയാണ് ചേട്ടാ പറയുന്നത്. അല്ല നമ്മൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരു മൈനോറിറ്റി ഉണ്ട്. അവർ ചിലപ്പം മറ്റേ വാച്ച് കൊണ്ട് പേ ചെയ്യും, ഫോണെടുത്ത് മണ്ടേ വയ്ക്കും, അതൊക്കെ ചെയ്യുമായിരിക്കും. അതല്ല എല്ലാവരും. UPI തന്നെ അത്യാവശ്യം കയറി വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങളൊക്കെ ഇപ്പോഴും ഈ പറയുന്ന NFC വെച്ച് വരുന്ന ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡിനെയും വൈഫൈ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളിവിടെ ഉള്ളത്. അവർക്കത് NFC ആണെന്നോ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്നോ അറിയത്തില്ല. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം NFC അവർ ചവിട്ടിയിട്ട്. അത് ഗ്ലോബൽ ഫോൺസിൽ NFC ഉണ്ട്, പക്ഷെ അവിടെ ചാർജറും മറ്റേ കേസും ഇല്ല. നമുക്കിവിടെ ചാർജർ കിട്ടുന്നു, 33 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നു. വിലയൊക്കെ അത്യാവശ്യം നൈസ് തന്നെയാണ്. 17,999 18,999 അങ്ങനെ എന്തോ ആണ് ഫോർ 128 GB if I am not wrong. ഇറ്റ്സ് എ വെരി ഗുഡ് ക്യാമറ. അതിൽ നമുക്ക് വേണമെങ്കിൽ കേസൊക്കെ മാറ്റിയിട്ടിട്ട് അറ്റാച്ച്മെൻ്റ് ആയിട്ട് ലെൻസ്, മറ്റേ ഫിഷ് ഐ ലെൻസും മാക്രോ ലെൻസും ഒക്കെ ഇടാൻ പറ്റും. അതൊക്കെ അഡീഷണൽ ആക്സസറീസാണ്. അതൊക്കെ കിട്ടുമെന്ന് പോലും എനിക്ക് വലിയ പിടിയില്ല. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടുമെന്ന്. മറ്റേ തൂക്കിയിടണ വള്ളി, പിന്നെ മറ്റേ ബാക്കിൽ സ്റ്റാൻഡ്, വാളറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയോ ഉണ്ട്. എനിക്ക് വലിയ വിശ്വാസമില്ല. എന്തായാലും സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പ്രൈസൊക്കെ ഇതാണ്. പിന്നെ അതേപോലെ നത്തിങ് ഫോൺ 3Aയും 3A Proയും ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി 4K വീഡിയോ റെക്കോർഡിംഗ് മറ്റേ ആ ടെലിഫോട്ടോ ലെൻസ് വെച്ചും ചെയ്യാൻ പറ്റും. അതാണ് പുതുമ. പിന്നെ കുറച്ച് ബഗ് ഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്ന അവരൊരു പരിപാടിയും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് വെച്ചിട്ട് നത്തിങ് ഫോൺ 3A and 3A Pro വെച്ച് വരാൻ പോകുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാം. പിന്നെ മറ്റേ ചൈനയുടെ മറ്റേ കലിപ്പ് കാരണം മിക്കവാറും ആപ്പിൾ അവരുടെ ഈ ആൾക്കാർ USA പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഐഫോൺസ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യയിലായിരിക്കും. മേജർ അവരുടെ ഇനി തൊട്ട് ഇന്ത്യയിലോട്ട് നൈസായിട്ട് ഫാക്ടറിയൊക്കെ മാറ്റിയിട്ട് ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ചൈന തേഞ്ഞ് ഒട്ടിയിരിക്കുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അടിയെങ്കിൽ അടി, കോൾഡ് വാർ ഇതുപോലത്തെയൊക്കെ അടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എന്തിനാണെങ്കിലും ഇന്ത്യക്ക് ലാഭമാണ്. ഇത് കേട്ടിട്ട് ആരും മനക്കൊട്ട കെട്ടണ്ട. ഇന്ത്യയിൽ ഈ സാധനത്തിൻ്റെ വിലയൊന്നും കുറയാനൊന്നും പോകണമെന്നില്ല. അതുകൊണ്ട് അത് ഇവിടെ മാറ്റി വെച്ചേരെ. സംഭവം എന്തിനായാലും അമേരിക്കയിലുള്ളവന്മാർ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണുകളാണ്. Pixel 10 സീരീസിൽ PWM ഡിമ്മിങ് വരുന്നു എന്നൊരു ന്യൂസ്. അതായത് ചൈനീസ് ഫോണുകളായ OnePlus, Xiaomi, Oppo എല്ലാത്തിലും വരുന്നൊരു സാധനമാണ്. അതായത് രാത്രി സമയങ്ങളിൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ലോ ബ്രൈറ്റ്നസ്സിൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേ ഇത് വരും, വിറയൽ, അതായത് ഫ്ലിക്കറിങ് വരും. അത് നമ്മളുടെ കണ്ണിന് വളരെ മോശമാണ്. നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല. സത്യം പറഞ്ഞാൽ രാത്രി ഒരിക്കലും ഫോൺ യൂസ് ചെയ്യരുത്. പക്ഷേ ആര് കേൾക്കാം, എവിടെ മേക്കായി എല്ലാ എണ്ണം ചെയ്യുന്ന സമയത്ത് PWM ഡിമ്മിങ് ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലിക്കറിങ് കുറയ്ക്കും. ഈ സാധനം ആപ്പിൾ, സാംസങ്, പിക്സൽ ഫോണുകളിൽ ഇല്ല. അറ്റ്ലീസ്റ്റ് പിക്സൽ ഈ വർഷത്തെ ഫോണിൽ Pixel 10 ആ
അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നു. വളരെ സന്തോഷം. അതേപോലെ അങ്ങ് യൂറോപ്യൻ രാജ്യമായ അയർലൻഡിൽ ടിക്ടോക്കിനൊരു 530 മില്യൺ യൂറോൻ്റെ ഫൈൻ അടിച്ചു വെച്ചേക്കുകയാണ്. കണ്ണും തിരിവ് കാണിച്ചതിന് തന്നെ അമ്മമാരെ ഡാറ്റയൊക്കെ എടുത്ത് ചൈനയിലോട്ട് അഴിഞ്ഞു വെച്ച് ആൾക്കാരെ പേഴ്സണൽ ഡാറ്റ എടുത്തിട്ട് ചൈനയിലോട്ട് സെൻഡ് ചെയ്യുന്നു. എന്തോന്ന് കോട്ടോ കാസൊക്കെ താറ്റ് കുന്നമ്പാടി 530 മില്യൺ അടയ്ക്കണം. ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ഊളത്തരം കാണിച്ചു കഴിഞ്ഞാൽ കിട്ടും മക്കളെ. ടിക്ടോക്ക് ഒരിക്കലും പഠിക്കൂല. എനിക്ക് ചൈനയിലോട്ട് പേഴ്സണൽ ഡാറ്റ അമ്മമാർ ഇത് മാർക്കറ്റിങ്ങിന് അതിനൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. കഷ്ടം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ്, ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും, ഇനി എപ്പോഴെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻ തന്നെ വിട്ട് കളഞ്ഞൊരു കളിയാണ് GTA 6. ഫൈനലി ഒരു ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇനി അതും മാറുമെന്ന് വലിയ പിടിയൊന്നുമില്ല. 26 മെയ് 26 2026 ഈ വർഷം ഇറങ്ങായിരുന്ന സാധനമാണ്. പോയി ഇനി മെയ് 26 അടുക്കുമ്പോൾ പറയും നമ്മൾ അടുത്ത വർഷം. വലിയ ഗെയിമാണ്. അപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. അവന്മാർക്ക് പേടിയാണ്. ഇവിടെ വലിയ വില അവന്മാർ എടുത്ത് വെച്ചിട്ടുണ്ട്. റീറ്റെയിലിൽ നല്ല വില കൊടുത്ത് മേടിച്ച് കളിക്കേണ്ട കളിയാണ്. അപ്പം ആ കളി നേരെ വേണം. അപ്പോൾ നമ്മൾ ഒരിക്കലും അവന്മാർക്ക് പറ്റിയ സൈബർ പങ്ക് എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. വൻ ഫെയിലിയർ ആയിരുന്നു. ഇപ്പോഴാണ് ആ കളി ഒന്ന് സെറ്റായത്. അപ്പോൾ ആദ്യ സമയത്ത് ഇറക്കിയ സമയത്ത് ഇഷ്ടം പോലെ ബഗ്ഗും ബഹളവും ഒക്കെയാണ്. അമ്മമാർ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ഇതിറക്കാന്നുള്ള രീതിയിലായിരിക്കും GTA ഇരിക്കുന്നത്. ഒരുപാട് പേര് നോക്കിക്കാണുന്നൊരു കളിയാണ്. അപ്പോൾ അതുകൊണ്ടാവാം. എന്തിനാണെങ്കിലും അതൊക്കെയാണ് ന്യൂസ്. പിന്നെ നമ്മുടെ Xiaomi 14 CV ഇപ്പം ഓഫറിൽ കിടപ്പുണ്ട്. ഒരുപാട് ഫോണുകൾ ഓഫറിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം ഇട്ട് തരാത്തത്. ഞാൻ നോക്കിയപ്പോൾ CV 35,000 രൂപയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. സോ നിങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ട് മേടിക്കുക. എന്തിനൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണെങ്കിലും നോം പോകുന്നു. നോമിനി എന്തെങ്കിലും വരാം. ഏത് ന്യൂസുകൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ വന്ന ഇതൊക്കെ ഓരോരോ ന്യൂസിങ് പറഞ്ഞിട്ട് പൊയ്ക്കണേ. ഏതാ എന്തെങ്കിലും വരാൻ കേട്ടേ. അപ്പോൾ എന്തിനാണെങ്കിലും വേറെന്തോ പറയുള്ളൂ. കാൽപ്പി എന്ന് ആലോചിക്കണം. ഇതിൽ ലൈറ്റ് കത്തിക്കുന്ന അങ്ങനെ കൊണ്ട് പറയിപ്പിച്ച് ജീവിതം അങ്ങനെ മക്കളെ. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. നമ്മൾ എന്താണ് ലൈഫിൽ കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. സോ ബി എ ഹംബിൾ ഹ്യൂമൻ ബീങ് ആൻഡ് പ്ലീസ് സേ നോ ടു ദ ഡ്രഗ്സ്. എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റാണ് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. ഇവിടെ വലിയ വലിയ ഡയറക്ടർമാരും നടന്മാരൊക്കെ വന്ന് കൊണക്കണയൊക്കെ കണ്ടായിരുന്നു. അതിനൊക്കെ വേറെ എന്തൊക്കെയോ പ്രശ്നമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവൻ്റെയൊക്കെ ADHD എന്നൊക്കെ പറഞ്ഞ് കണ്ടവന്മാരെ ഒന്ന് സാധനങ്ങൾ എഴുതി വാങ്ങിച്ചിട്ട് ഈ സാധനം വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത്. എന്നിട്ട് ഇവന്മാർ തന്നെ ഭയങ്കര ഹൈപ്പറായിരിക്കും. ഞാൻ പറയും ഇതിൽ നിന്ന് നത്തിങ്ങാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ക്രിയേറ്റിവിറ്റി കൂടും. ക്രിയേറ്റിവിറ്റി പണ്ടൊക്കെ മറ്റേ IV ശശിയും ജോഷിയും പിന്നെ സ്റ്റീഫൻ സ്പിൽബർഗൊക്കെ ഇതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞാൽ കൂടി പോകും. എനിക്ക് പറയാനുള്ളത് ഡ്രഗ്സ് പരിപാടികളൊക്കെ നിർത്തുക. പിന്നെ കഞ്ചാവിനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യാൻ നടക്കുന്നുണ്ട് കുറേ എണ്ണം. ഞാൻ എന്തൊരു പറയാ ഇവന്മാർ പറയണം അത് നാച്ചുറലി ഒക്കറിങ്ങായ സാധനമല്ലേ. എന്നിട്ട് ടൊബാക്കോ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവന്മാർ ഈ സമാങ്കടി ചെയ്യണത്. ടൊബാക്കോ പിന്നെ എന്തിനാണ് എടേ വന്നി മുടന്ത ന്യായം പറയുമ്പം അതിന് കുറച്ചെങ്കിലും എന്തിനെങ്കിലൊക്കെ വേണം. അമേരിക്കക്കാരന്മാർ ഇത് മെഡിസിനാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇല്ലീഗലാണെങ്കിൽ ഇല്ലീഗലാണ്. അത് വീട്ടിൻ്റെ അകത്തല്ല, എവിടെയൊക്കെ കയറിയിരുന്ന് വലിച്ചാലും പുക കേട്ടിട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളക്കകത്താവും. ഇല്ലീഗൽ സബ്സ്റ്റൻസ് ആണ്. നീയൊക്കെ ഡ്രഗ്സ് മേടിച്ച് വന്ന് എൻ്റെ പേഴ്സണൽ സ്പേസിലാണെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കോണയടിച്ചിട്ട് കാര്യമില്ല. അത് ഡ്രഗാണ്, അത് ഇല്ലീഗൽ സബ്സ്റ്റൻസ് ആണ്, അത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ്. ആൻഡ് യു ക്യാൻ നോട്ട് ബൈ ദാറ്റ് തിങ് ഫ്രം എ വെൻഡർ. മനസ്സിലായ? എന്നിട്ട് എന്തൊരു ന്യായീകരണോടെ ഇവനൊക്കെ. അയ്യോ കുറേ എന്തൊരു പുരോഗമവാദികളുണ്ട്. എൻ്റെ പൊന്നണ്ണാ, നിന്നെയൊക്കെയാണ് ഈ ലോകം ഏൽപ്പിച്ചിട്ട് പോണത്. നശി തന്നെ. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതിയിലൊക്കെയാണ് നീയൊക്കെ നടക്കണമെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല, ആർക്കും എന്തും ചെയ്യാം, അത് അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും കേട്ടോ. കാരണം കുറേ എണ്ണത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരുത്തനെ തട്ടുക, റേപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഓരോരുത്തന്മാരെ ഇഷ്ടമാണ്. അത് ശരിയാണോ? അവൻ്റെ റൂമിൻ്റെ ഉള്ളിൽ മറ്റേ പ്രൈവറ്റ് സ്പേസിലാണ് അവൻ ഒരുത്തനെ തട്ടിയത്. അതൊക്കെ തെറ്റാണെങ്കിൽ ഇമ്മാതിരി കൊതച്ച സാധനം യൂസ് ചെയ്യുന്നത് തെറ്റാണ് നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ. എന്തിനോ പിന്നെ മറ്റേ കാല് തന്നിട്ട് ജിംഷി കാല് ഇത് വന്നിട്ട് ചേട്ടൻ അനിയൻ്റെ രോദന, അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ എനിക്ക് അതിൽ ആകെ പ്രശ്നം തോന്നിയത് അങ്ങേര് ആ N-വേർഡ് യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ആ N-വേർഡിനെ പറ്റി ഞാൻ ഒന്നും കൂടെ പറയാണ്.
ആ സാധനം ഒരു ഇന്ത്യക്കാരനോ ഒരു അമേരിക്കക്കാരനോ ഒരാൾക്കും അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഏവനൊക്കെ പറഞ്ഞാലും അതിനുള്ള റൈറ്റ് ഒരു മനുഷ്യനുമില്ല. ഒരു അടിച്ചമർക്കപ്പെട്ട ഒരു മനുഷ്യന്മാരെ പേര് പോലും വിളിക്കാതെ എല്ലാവരെയും ആ വേർഡ് യൂസ് ചെയ്ത് അവരെ താഴ്ത്തി അടിച്ച് അടിമത്തം ചെയ്ത ഒരു വേർഡാണ് നീയൊക്കെ നോർമലൈസ് ചെയ്തിട്ട് ഓ മേ. അത് മറ്റവന്മാരത് വിളിക്കും ബിക്കോസ് ദേ ഹാവ് ദ റൈറ്റ്. ആഫ്രിക്കൻ ഒറിജിനായിട്ടുള്ള ആൾക്കാർക്ക് ആ വാക്ക് യൂസ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അവർക്ക് മാത്രമേ അതുള്ളൂ. അല്ലാതെ ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനോ അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നീയൊക്കെ അവരെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചോക്ക് ഇടിയെന്നൊക്കെ പറഞ്ഞാൽ മക്കളെ മൂത്ത് നിർത്തി ഇടിക്കുമാതിരി. ഞാൻ ചുമ്മാ പറയണല്ലേ. അതുകൊണ്ട് ഇപ്പോഴത്തെ കുറെ പിള്ളേരുണ്ട്, സ്കൂളിൽ പഠിക്കണ പിള്ളേരും കോളേജിൽ പഠിക്കണം, ഇതൊക്കെ എന്നൊക്കെ ഹോമി ഹോമിയൊക്കെ പറഞ്ഞു, ഹോമി ഡ്യൂഡൊക്കെ പറഞ്ഞു. ഈ വാക്ക് പറയരുത്. കാര്യമായിട്ടും പറയണം. ഒരുത്തനും വന്ന് ഇതിനെ വന്ന് മുടന്ന് ന്യായീകരിക്കലേ. അത് ന്യായീകരണത്തിന് ഞാൻ ചോദിക്കുകയാണ്. ആ ജിംഷി കാലിൽ എന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫർ അത് മാറ്റി. അതെന്തുകൊണ്ട്? അത് തെറ്റല്ലായിരുന്നെങ്കിൽ അവനത് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഓരോരുത്തന്മാർ വന്ന് പറയണം അവൻ ഇട്ടേക്കുന്ന ടീഷർട്ട് കണ്ടില്ലേ, അവൻ്റെ ജട്ടി കണ്ടില്ലേ. പിന്നെ അങ്ങേര് ചേട്ടനെ ഇതുപോലെ ഇതോടെ അങ്ങേര് വന്നു അത് പറഞ്ഞു. പക്ഷേ ആ വേർഡ് എനിക്ക് അവിടെ അത് മാത്രമാണ് പ്രശ്നം വന്നത്. പിന്നെ അന്ന് അവരെ മോർ പവർട്ടി അതൊക്കെ എനിക്കൊരു വിഷയമൊന്നുമില്ല. എൻ്റെ ഒരു പ്രശ്നം ആ വേർഡ് ഒരു മനുഷ്യർ യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെ വളർന്നതാണ്. ഞാൻ നമ്മളൊക്കെ പല കാര്യം ഞാൻ ഹിസ്റ്ററിയൊക്കെ വായിക്കരുത്. അവരൊക്കെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കും മനസ്സിലാവും. ഇതിനൊക്കെ വന്ന് ന്യായീകരിക്കണം. ഞാൻ എന്തൊരു പുരോഗമവാദികളടെ ഇനിയൊക്കെ ഇത് എനിക്കെന്തൊരു ഞാൻ ഭയങ്കര ബിഡാണ്. എനിക്ക് ലോക പെർസ്പെക്റ്റീവ് ഇല്ലാന്ന് എനിക്ക്. ശരിയല്ല, എനിക്കൊന്നും അറിഞ്ഞൂടല്ലേ. ഞാൻ ഇന്നലെ ജനിച്ചേ ഉള്ളൂ. നീയൊക്കെ താണ്ടേ ഇൻ്റർനെറ്റ് ലോകത്ത് ഗൂഗിളും തപ്പിയിട്ടല്ലേ. നീയൊക്കെയാണ് വേറെ ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണേ. ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് കേസ്. എനിക്ക് അത്രേ പറയുള്ളൂ. മലയാളത്തിൽ പറയണേ. ഞാൻ പോകണം. ഞാൻ ഞാൻ ഇനി തന്തവേ പഠിച്ചാൽ ശരിയാവില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കും. ചായ ചിയേഴ്സ് ടു ഈച്ച് ആൻഡ് എവരിവൺ. ലവ് യു ഓൾ. ബൈ.